പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ ഏഴകളാകുന്ന നമുക്ക് അവസരവും ഭാഗ്യവും ഒരുക്കി തന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. നിരന്തരമായി നമ്മെ സന്ദർശിച്ച് തൻ്റെ പ്രബോധനങ്ങളിലൂടെ നമ്മെ ഒരുക്കിയും നമ്മെ തിരുത്തിയും തനിക്ക് കൊള്ളാവുന്ന നല്ല മക്കളായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ നമുക്ക് എല്ലാ കാലവും ആരാധിക്കാം. ഇന്ന് നാം ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെ തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുക. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവ് നിമിത്തം യുദ്ധസന്നദ്ധരാകുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. യുദ്ധസന്നദ്ധരാകുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഓർക്കുക, അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ശക്തിപ്പെടുക, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. പലപ്പോഴും ആളുകൾ ക്ഷയിച്ചും ക്ഷീണിച്ചും പോകുമ്പോഴാണ് ശത്രു അവരുടെ മേൽ അധികാരം നടത്തുന്നത്. യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരന് ക്ഷീണമുണ്ടായാൽ അവന് വീറോടെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എതിരാളി അവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കും. ഗോദായിൽ തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്ന 2 ഗുസ്തിക്കാരിൽ ഒരാൾ തളർന്നു പോയാൽ മറ്റേയാൾ ജയിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ശക്തിപ്പെടണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എങ്ങനെ ശക്തിപ്പെടണമെന്ന്? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലുമാണ് നാം ശക്തിപ്പെടേണ്ടത്. ഈ ലോകത്തൊരു ദൈവ പൈതലിന് പോരാട്ടത്തിന് ശക്തി ലഭിക്കുന്നത് പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടല്ല. പ്രിയപ്പെട്ടവരെ, മസിൽ പെരുപ്പിക്കാനായിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്നതായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുമല്ല. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ശത്രുവിനെ പോരാടി ജയിക്കേണ്ടതിന് ശക്തി പ്രാപിക്കേണ്ടത് കർത്താവിലാണ്, അവൻ്റെ അമിത ബലത്തിലാണ്. എന്നിട്ട് വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമുക്കൊരു ശത്രുവുണ്ട്. ദൈവം ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ പദ്ധതി അതാണ്, നമ്മെ സ്വർഗത്തിലെത്തിക്കുക. നമുക്ക് സ്വർഗം നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഒരു പക്ഷേ നമുക്ക് സ്വർഗം നഷ്ടപ്പെടാമായിരുന്നു. കാരണം മനുഷ്യവംശം മുഴുവനും പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു. പാപം മനുഷ്യൻ്റെ മേൽ വച്ച് കെട്ടിയത് പിശാചാണ്. അപ്പോൾ പാപത്തിന് തന്നെ അടിമ വെച്ചവൻ തത്വത്തിൽ പിശാചിന് തന്നെ അടിമ വയ്ക്കുകയായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത ആദാമെന്ന ആദി മനുഷ്യൻ്റെ പാപം മൂലം അവൻ പാമ്പിൻ്റെ വാക്കിന് വില കൽപ്പിച്ച് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ പാമ്പിൻ്റെ അടിമയായി, അഥവാ പാമ്പ് പ്രതീകാത്മകമായി നിൽക്കുന്നതാണ് പിശാചിൻ്റെ അടിമയായി. ഈ അടിമത്വത്തിൽപ്പെട്ട മനുഷ്യനെ പിന്നെ നരകത്തിലേക്ക് നടത്തുക എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ പദ്ധതി. സ്വർഗത്തിലായിരുന്നു മുൻപ് പിശാചിൻ്റെ ഇടം. അത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്വർഗത്തിൽ മാലാഖമാരുടെ കൂട്ടത്തിൽ 1-ാമത്തെ ഗണമായിരുന്നു പിശാചിൻ്റെ ആളുകൾ. പിശാചും അവൻ്റെ കൂട്ടാളികളും തന്നെ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു അവരുടെ ജോലി. നിരന്തരമായി ദൈവത്തെ ആരാധിച്ച് പാടുന്നത് അവരുടെ പതിവായിരുന്നു. എന്നാൽ മനോഹരമായ ശബ്ദം കൊണ്ടും മനോഹരമായ സംഗീതം കൊണ്ടും ദൈവത്തെ നിരന്തരം ആരാധിക്കുന്ന ഈ മാലാഖാവൃന്ദത്തിൻ്റെ
ആരാധനയിൽ ആസ്വദിച്ച് അമ്പരന്നു പോയ മറ്റ് മാലാഖാഗണങ്ങൾ അവരെ ഒരുപാട് പുകഴ്ത്തി. ഈ പുകഴ്ച അവരുടെ ഉള്ളിൽ നിഗളമുണ്ടാക്കി. പലപ്പോഴും പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, നമുക്ക് ലഭിക്കുന്ന പുകഴ്ചകൾ നമ്മെ നിഗളികളാക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പുകഴ്ച അന്വേഷിച്ച് നടക്കും. ഞാൻ പാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ചൊല്ലിയത് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പ്രസംഗിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു. ഇതറിയാനുള്ള അഭിവാഞ്ച ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് നിഗളം ഉള്ളിൽ ഇങ്ങനെ ജ്വലിക്കുമ്പോഴാണ്. ഒരുപാട് ആളുകൾ ഈ നാളുകളിൽ അങ്ങനെയാണ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എൻ്റെ ശബ്ദം എങ്ങനെയുണ്ട്, എൻ്റെ ധ്വനി എങ്ങനെയുണ്ട്, എൻ്റെ വാക്കുകൾ എങ്ങനെയുണ്ട്, ഞാനത് അവതരിപ്പിച്ചത് എങ്ങനെയുണ്ട് എന്നിങ്ങനെയുള്ള അന്വേഷണം. ഇതെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ആളുകൾ ചെയ്യുന്നതാകുന്നു. അപ്പോൾ നിരന്തരമായി കിട്ടിക്കൊണ്ടിരുന്ന അംഗീകാരത്തിൽ മതിമറന്നിട്ട് നിഗളിച്ചു പോയ ഈ മാലാഖാവൃന്ദത്തിൻ്റെ നേതാവ് ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ഞാനാണിനി ദൈവം. കാരണം ഈ സ്വർലോകത്തുള്ള മുഴുവൻ ആത്മീയ സേനകളും ഇന്ന് എന്നെ അതുപോലെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഓശാന പാടുന്നുണ്ട്. എൻ്റെ ശബ്ദം മധുരമാണ്, എനിക്കെല്ലാവരുടെയും അംഗീകാരമുണ്ട്, അതുകൊണ്ട് സിംഹാസനം ഇനി എനിക്ക് വേണം. നിഗളം വർദ്ധിച്ചാൽ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മക്കൾക്ക് ചിലപ്പോൾ തോന്നുന്നു, ഞാൻ അപ്പനേക്കാൾ വലുതായി, അപ്പനേക്കാൾ വിദ്യാഭ്യാസമുണ്ട്, അപ്പനേക്കാൾ വരുമാനമുണ്ട്, അപ്പനേക്കാൾ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഉടമയാണ് ഞാൻ, ഇനി അപ്പൻ സ്ഥാനഭ്രഷ്ടനാകട്ടെ, ഞാൻ അപ്പൻ്റെ കസേരയിലിരിക്കാം. അബ്ശാലോം രാജകുമാരന് ഒരിക്കൽ തോന്നി, ദാവീദ് മഹാരാജാവ് വലിയ പ്രതാപിയായിരുന്നെങ്കിലും ദാവീദിൻ്റെ മൂത്ത മകനായ ഞാൻ അപ്പനേക്കാൾ ഒരുപാട് മടങ്ങ് സുന്ദരനാണ്. മാത്രമല്ല നല്ല വാക്സാമർഥ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ആളുകളെ വശീകരിക്കാൻ കഴിയും. ആളുകളെല്ലാം ഇപ്പോൾ എൻ്റെ പക്ഷത്താണ്. അപ്പൻ്റെ പക്ഷത്ത് നിന്ന പടനായകന്മാരിൽ ചിലരും ആലോചനക്കാരിൽ ചിലരും ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇനി രാജസിംഹാസനം എനിക്കിരിക്കട്ടെ. അവൻ അപ്പനെ സ്ഥാനഭ്രഷ്ടനാക്കി അപ്പൻ്റെ കസേരയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചു. നിഗളം. അബ്ശാലോമിന് സംഭവിച്ചത് അകാലത്തുള്ള ദാരുണ അന്ത്യമായിരുന്നു. ലൂസിഫറിന് സംഭവിച്ചതും അതൊക്കെ തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു, ചിറകരിയപ്പെട്ടു, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ട് തള്ളപ്പെട്ടു. ദൈവത്തോട് മത്സരിച്ച ഈ മാലാഖാവൃന്ദത്തെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, നരകം അവരുടെ അവകാശമായി. അതിവേദനയുടെ ഇടം. എന്നാൽ ഈ തള്ളിക്കളയപ്പെട്ട ഈ മാലാഖാവൃന്ദത്തിൻ്റെ ഇടത്ത് അതിന് പകരം അല്ലെങ്കിൽ അതിലുപരി ആയിരിക്കേണ്ടതിന്, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സംഗീതം കൊണ്ടും പാട്ടുകൊണ്ടും മനോഹരമായ ആരാധന കൊണ്ടും ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഈ മനുഷ്യനോട് പിശാചിന് ശത്രുത്വം ഉണ്ടാകും. എനിക്ക് ലഭിക്കേണ്ട എൻ്റെ കസേരയിൽ എനിക്ക് പകരം മറ്റാരെങ്കിലും കയറി ഇരിക്കുന്നു എന്നറിഞ്ഞാൽ വല്ലവിധേനയും അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ലോകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. പിശാച് അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യനെ വീഴ്ത്തുവാൻ ആദ്യമായി സാത്താൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. സാത്താൻ എല്ലാ കാലവും ടാർഗറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യനെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ വ്യക്തമായ കരുതലും പ്രൊട്ടക്ഷനും മനുഷ്യൻ്റെ കൂടെയുണ്ട്. സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായി ദൈവം പറയുന്നുണ്ട്, വചനത്തിലൂടെ പറയുന്നുണ്ട്, തൻ്റെ ഉപദേഷ്ടാക്കന്മാരിലൂടെ കാലാകാലങ്ങളിൽ പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവന് ലഭിച്ച സ്വാതന്ത്ര്യം അവൻ്റെ തിരഞ്ഞെടുപ്പിൽ കുറേ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ ഒരു യന്ത്രമായിട്ട് സൃഷ്ടിച്ചില്ല, സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. ആ സ്വാതന്ത്ര്യം തന്നെയാണ് മനുഷ്യൻ്റെ വിവേചനത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത്. വിവേചിച്ച് നോക്കിയിട്ട് മനുഷ്യൻ മിക്കപ്പോഴും ദൈവത്തെ തള്ളുകയും പിശാചിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ദൈവിക ആശയങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് പൈശാചിക ആശയങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. അത് ദൈവത്തിൻ്റെ കുറ്റമല്ല. ദൈവം മനുഷ്യനെ അടിമയായി സൃഷ്ടിക്കാതെ സ്വതന്ത്രനായി സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ പുണ്യമാണ്. എന്നാൽ ലഭിച്ച സ്വാതന്ത്ര്യത്തെ തന്നിഷ്ടപ്രകാരം ദുർവിനിയോഗം ചെയ്യുന്നത് മനുഷ്യൻ്റെ കുറ്റമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞിരുന്നു, വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി തിന്നരുത്. പാമ്പ് പറഞ്ഞത് തിന്നാൽ നീ മരിക്കില്ല, മറിച്ച് ദൈവത്തെ പോലെയാകും. ഈ രണ്ട് ആശയങ്ങൾ മുമ്പിൽ വന്നപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ നടന്ന സമരം ഒടുവിൽ പിശാചിന് അനുകൂലമായി ചായുകയായിരുന്നു. തിന്നു നോക്കാം, മരിക്കില്ലെന്ന് മാത്രമല്ല ദൈവത്തെ പോലെയാകുമെന്നാണല്ലോ പറയുന്നത്. ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ദൈവമാകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട പിശാച്
അതേ ആശയം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുത്തിവച്ചിട്ട് നീയും ദൈവമാകാൻ ശ്രമിക്കുക എന്ന് അവനോട് പറയുകയത്ര ചെയ്തത്. മനുഷ്യൻ അതിൽ പിടിക്കപ്പെട്ടു പോയി. എല്ലാ കാലവും മനുഷ്യൻ്റെ നോട്ടം മുകളിലേക്കാണ്. നിൽക്കുന്നിടത്തല്ല, ചുറ്റുപാടുകളിലല്ല, മുകളിലേക്കാണ്. എങ്ങനെ മുകളിൽ കയറാം, എങ്ങനെ എല്ലാം കീഴടക്കാം, എങ്ങനെ എല്ലാറ്റിനും ഉപരിയാകാം, എങ്ങനെ എല്ലാറ്റിൻ്റെയും ഭരണം പിടിക്കാം, എങ്ങനെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം കൈവശപ്പെടുത്താം. എവിടെയും മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തെറ്റ് ചെയ്തു. എന്നാൽ പിശാചിന് കൊടുത്ത ശിക്ഷയല്ല ദൈവം മനുഷ്യന് കൊടുത്തത്. കാരണം ദൈവം മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചു എന്ന് മാത്രമല്ല, മാലാഖമാർ തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും വിചാരമുണ്ടാകാനോ അനുദപിക്കാനോ ഒരവസരം പോലും കൊടുക്കാതെ തൽക്ഷണം അവരെ തള്ളിക്കളഞ്ഞവനായ ദൈവം മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവനെ തൽക്ഷണം തള്ളിക്കളഞ്ഞില്ല. അവന് മാനസാന്തരപ്പെടാനും മടങ്ങി വരാനും അവസരമൊരുക്കി. അതിനൊരു കാരണമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലാണ്, തൻ്റെ സാദൃശ്യത്തിലാണ്. മനുഷ്യൻ സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ദൈവത്തിൻ്റെ സ്വരൂപമായ മനുഷ്യൻ പിശാചിൻ്റെ അടിമയിൽപ്പെട്ട് നരകത്തിൽ പോകുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൻ്റെ സൃഷ്ടികളിൽ വെച്ച് താൻ ഏറ്റവും വാത്സല്യിച്ച, ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും മഹത്വമണിയിച്ച തൻ്റെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന ഈ മനുഷ്യനെ ദൈവം തള്ളിക്കളയുന്നില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപമാകയാൽ തന്നെ. അതുകൊണ്ട് മനുഷ്യന് വേണ്ടി ദൈവം വിടുതലിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ഏദൻ തോട്ടത്തിൽ വെച്ച്. സ്ത്രീയുടെ സന്തതി വന്ന് സർപ്പത്തിൻ്റെ തല തകർത്ത് മാനവകുലത്തെ വിടുവിക്കും. അതൊരു ദീർഘവീക്ഷണത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. സഹസ്രങ്ങൾക്ക് അപ്പുറം സംഭവിപ്പാനിരിക്കുന്ന ഒരു കാര്യം. സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട്, അത് സ്വാഭാവിക മനുഷ്യൻ ജനിക്കുന്നത് പോലെയല്ല, പുരുഷ സ്പർശമേൽക്കാത്ത കന്യകയുടെ മകനായി സ്ത്രീയുടെ സന്തതിയായി പിറന്നു വീണിട്ട് ഈ ലോകത്തുള്ള പോരാട്ടങ്ങളെല്ലാം ജയിച്ച് ഒടുവിൽ കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തല തകർത്ത് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്ന വിജയത്തെക്കുറിച്ചാണ്, അങ്ങനെ കൽപ്പിക്കപ്പെടുന്ന വിടുതലിനെക്കുറിച്ചാണ് ഏദനിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ആ വാഗ്ദാന നിവൃത്തിക്ക് വേണ്ടി സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. ആ വാഗ്ദാന നിവൃത്തിക്കായി ദൈവം തിരഞ്ഞെടുത്ത ഭാഗ്യവതിയായ സ്ത്രീയാണ് കന്യകാമറിയമ്മ. സ്ത്രീയുടെ സന്തതിയായി പിറന്നവൻ 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ച് പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർത്തു. ഒടുവിൽ അവസാനമായി അവൻ്റെ തല ചവിട്ടി തകർത്ത് ക്രൂശിൽ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് അപ്പോസ്തലൻ എഴുതി വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവണ്ണം കർത്താവായി യേശു ക്രിസ്തു ജയഭേരി മുഴക്കി ജയാളിയായി നിൽക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പോരാട്ടമുണ്ട്. ശത്രു അവൻ്റെ തന്ത്രങ്ങളെല്ലാം എടുത്ത് പ്രയോഗിക്കും. പക്ഷേ ദൈവമക്കൾ പതറേണ്ട കാര്യമില്ല, തളരേണ്ട കാര്യമില്ല, വാടേണ്ട കാര്യമില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഉത്തരമരുളി ചെയ്യുന്നവൻ ജീവിക്കുന്നു, സർവശക്തനായവൻ ജീവിക്കുന്നു. ആ കർത്താവിലാണ് നാം ബലപ്പെടേണ്ടത്. അങ്ങനെ ബലപ്പെട്ടിട്ട് വേണം നാം ശത്രുവോട് പോരാടുവാൻ. ഈ പോരാട്ടത്തിൽ നാം പരാജയപ്പെടുന്നുവെങ്കിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ നാം ശക്തിപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. ഈ പോരാട്ടത്തിൽ നാം വിജയികളാകുന്നുവെങ്കിൽ അത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നത് കൊണ്ടാണ്. ഇന്ന് ഒരുപാട് പേരും പോരാട്ടത്തിലാണ്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ വല്ലാത്ത അസ്വസ്ഥതകളിലൂടെ അവർ നിരാശരാവുകയാണ്. ജീവിക്കണ്ട എന്ന് തന്നെ തോന്നുകയാണ്. വല്ലാതെ മനസ്സ് ഉലഞ്ഞു പോവുകയാണ്. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോവുകയാണ്. ആശക കൊണ്ട് ആളുകൾ വല്ലാതെ തളർന്നു വീണു പോവുകയാണ്. ഒരുപാട് ആളുകൾ പാപസുഖത്തിന് പിടിക്കപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ ലോക ഇമ്പങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ ദൈവനീതി മറന്നു പോവുകയാണ്. ലോകനീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന് മുന്നേറുകയാണ്. ഇങ്ങനെയൊക്കെ ക്രമം കെട്ട ജീവിതം നയിക്കുന്ന ആളുകളെല്ലാം ഈ ശത്രുവിൻ്റെ വശീകരണ തന്ത്രത്തിൽ പിടിക്കപ്പെട്ടു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, പോരാട്ടത്തിൽ പിടിച്ചു നിൽപ്പാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളൊരു പടയാളിയെപ്പോലെ ഒരുങ്ങുക. റോമൻ സൈന്യത്തിലെ ഒരു പടയാളിക്ക് കൊടുക്കപ്പെടുന്ന 6 സംരക്ഷണ കവചങ്ങളും ആക്രമിക്കാനുള്ള ആയുധങ്ങളും ഉൾപ്പെടെയുള്ള 6 സംഗതികളാണ് അപ്പോസ്തലൻ ഉപദേശിച്ചു വയ്ക്കുന്നത്. നിങ്ങൾ അവണ്ണം ഒരുങ്ങുക ശത്രുവിനോട് പോരാടാൻ. ജയം നമുക്കുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം ജയാളിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്തവനാണ്. ജയാളിയായ ഈ ക്യാപ്റ്റൻ്റെ പേരിൽ അണിനിരക്കാനാണ് ദൈവം പറയുന്നത്. അവൻ മുന്നിലുണ്ടെങ്കിൽ പിന്നെ ആരാണ് നമ്മെ പരാജയപ്പെടുത്തുക? ദൈവമക്കൾ ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ഇന്ന് ഒരുപാട് പേരുടെ ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ്.
ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ തളർന്നു പോകുന്നു, എന്നെ എല്ലാവരും കൂടെ നശിപ്പിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ സത്യത്തിൽ മുന്നിൽ എൻ്റെ ക്യാപ്റ്റനുണ്ട് എന്ന ഉറപ്പില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ തനിച്ചായിപ്പോയി, എൻ്റെ ബലം ചോർന്നു പോയി, എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല എന്ന ബോധം വരുമ്പോഴാണ് ഒരാൾ പരാജയം സമ്മതിക്കുന്നത്. എന്നാൽ ദൈവമക്കൾ അങ്ങനെ പരാജയപ്പെടേണ്ടവരല്ല, ജയാളികളാകേണ്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ജയാളിയാണ്. അവനിലാണ് നാം ശക്തിപ്പെടേണ്ടത്, അവനിൽ നിന്നാണ് ഊർജം സ്വീകരിക്കേണ്ടത്, അവനിൽ നിന്നാണ് നാം ബലപ്പെടേണ്ടത്. തോറ്റുകൊടുത്തുകൂടെ നമ്മൾ നരകത്തിലേക്കല്ല നമ്മുടെ പോക്ക് ആയിരിക്കേണ്ടത്, അവിടെയല്ല നമ്മുടെ ഇടം. പിശാച് ലക്ഷ്യമിടുന്നത് എല്ലാവരെയും നരകത്തിലെത്തിക്കാനാണ്. മിക്കപ്പോഴും ഒരളവ് വരെ അവൻ അതിൽ വിജയിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ നമ്മുടെ വിവേചനാധികാരവും സ്വാതന്ത്ര്യവുമൊക്കെ വേണ്ടവണ്ണം വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ദൈവം ലക്ഷ്യമിടുന്നത് അവസാനത്തെ പാപിയും സ്വർഗത്തിലെത്തണമെന്നാണ്. അതുകൊണ്ടാണ് പാപി മരിക്കേണ്ടിടത്ത് പാപിക്ക് പകരം കർത്താവ് മരിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണ് പാതാളത്തിൻ്റെ ഇരുമ്പോടാമ്പലുകളെ ഇടിച്ചു തകർത്ത കർത്താവ് അതിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി നമ്മെ വീണ്ടെടുത്ത് മരണത്തെ ജയിച്ച് നിവർന്നു നിന്നത്. ഈ ലോകത്ത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാത്രമാണ്. മറ്റു പലരും അങ്ങനെ അവകാശപ്പെട്ടു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ അവകാശപ്പെട്ട പലരുണ്ട്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ആഴ്ചകളോളം മാസങ്ങളോളം കാത്തുവെച്ച് ചുറ്റും കൂടിയിരുന്ന ശിഷ്യഗണമുണ്ട്. ഒത്തിരി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ശവം അഴുകിപ്പോയി, ഉയർത്തെഴുന്നേറ്റില്ല. ഈ കാലഘട്ടത്തിലും അങ്ങനെ ചില ആളുകൾ മൂഢന്മാരായി ജീവിക്കുന്നുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഞാനാണ് എല്ലാമെന്ന് ദൈവമെന്നൊക്കെ പഠിപ്പിച്ച ചില ആളുകൾ മരിച്ചിട്ട് അവരുടെ ഡെഡ് ബോഡിക്ക് കാവലിരിക്കുന്ന മന്ദബുദ്ധികൾ, പമ്പരവിഡ്ഢികൾ ഇപ്പോഴും ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആരും കാവലിരുന്നില്ല. കല്ലറയിലടക്കപ്പെട്ടിട്ട് 3-ാം നാളിൽ കല്ലറയെ അതിൻ്റെ മുദ്ര ഭേദിക്കാതെ പുറത്തു വന്നവനാണ് യേശുക്രിസ്തു. അതേ, അവൻ ജയാളിയായ രാജാവാണ്, ജയാളിയായ പടനായകനാണ്, ക്യാപ്റ്റനാണ്. അവൻ്റെ പിന്നിലാണ് നാം അണിനിരക്കേണ്ടത്. അപ്പോൾ നാം ധരിക്കേണ്ട ആയുധവർഗ്ഗങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അരമുറുക്കി കെട്ടണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. യുദ്ധം ചെയ്യാൻ പോകുന്ന ഏതൊരാളും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അരമുറുക്കി കെട്ടുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അരമുറുക്കി കെട്ടണമെന്ന് പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ്റെ വസ്ത്രം അരയോട് ചേർത്ത് മുറുക്കി കെട്ടിവെച്ചിട്ട് അവൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ വസ്ത്രത്തെക്കുറിച്ച് വേവലാതി വേണ്ട. ഏത് മനുഷ്യനും തൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോയാൽ ശ്രദ്ധ വസ്ത്രത്തിലേക്കായി പോകും. കാരണം തൻ്റെ നഗ്നത പരസ്യമായി വെളിപ്പെടുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വസ്ത്രത്തിലേക്ക് ശ്രദ്ധ വയ്ക്കും, ഉറപ്പാണ്. വസ്ത്രത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുന്ന നിമിഷ നേരം മതി ശത്രു തല കൊയ്തു കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് അരമുറുക്കി കെട്ടണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അരമുറുക്കി കെട്ടണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ അര കെട്ടാനുള്ള ബെൽറ്റ് എന്ന് അപ്പോസ്തലൻ പറയുന്നത് സത്യം ഉപയോഗിച്ച് അരമുറുക്കി കെട്ടണമെന്നാണ്. സത്യം കൊണ്ടാണ് അര കെട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുവോട് പോരാടാൻ നാം ആദ്യം ആർജിക്കേണ്ടത് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള നമ്മുടെ ശീലമാണ്, അല്ലെങ്കിൽ സത്യത്തോടുള്ള നമ്മുടെ അനുകൂല നിലപാടാണ്. സത്യം യേശുക്രിസ്തുവാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. യേശുവാണ് സത്യം. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ അരയ്ക്ക് അരമുറുക്കി കെട്ടുന്ന ബെൽറ്റായി മാറണമെന്നാണ് ചുരുക്കത്തിലാണ് പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. അവൻ നമ്മുടെ അരക്കെട്ടിന് ബലമേകിയാൽ, അവൻ നമ്മളെ അരമുറുക്കി കെട്ടിയാൽ തന്നെ ഒരു മനുഷ്യൻ എന്തിനും ശക്തനാണ് എന്നതിൻ്റെ ഡിക്ലറേഷനാണത്. സന്നദ്ധത കൂടെയാണ് ഈ അരമുറുക്കി കെട്ടൽ. മാത്രമല്ല, യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധത, ശുശ്രൂഷ ചെയ്യാനുള്ള സന്നദ്ധത, ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള സന്നദ്ധത, ഇനി ഞാൻ പിന്നോട്ടില്ല എന്നതിൻ്റെ പ്രഖ്യാപനം, ഇതൊക്കെയാണ് അരകെട്ടൽ. അപ്പോൾ സത്യം കൊണ്ട് അരമുറുക്കി കെട്ടണം. പിന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നീ ശത്രു നിൻ്റെ മേലെ എയ്യുന്ന വല്ല അമ്പും നിൻ്റെ പരിച കൊണ്ട് തടുക്കാൻ പറ്റാതെ നിൻ്റെ മാറിൽ കൊണ്ടാൽ നിൻ്റെ നെഞ്ചിലേക്ക് അമ്പ് കയറാതിരിക്കാൻ മാർഗകവചം ധരിക്കണം. അതാണ് രണ്ടാമത്തെ ഒരുക്കം. മാർഗകവചം ധരിക്കണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, പട്ടാളക്കാരൊക്കെ ഈ മാർഗകവചം ധരിച്ചതുകൊണ്ടാണ് പല അമ്പുകളും അവരുടെ പ്രാണനെടുക്കാതെ ഇവിടെ വന്ന് തട്ടി ഒടിഞ്ഞു പോയത്. ഇപ്പോൾ നമ്മുടെ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല പട്ടാളക്കാർക്കും അല്ലെങ്കിൽ VIP പരിഗണന ഉള്ളവർക്കൊക്കെ ഈ ബുള്ളറ്റിനെ പ്രതിരോധിക്കാനുള്ളതായ പ്രത്യേക ഡ്രസ്സുകളുണ്ട്. വെടി കൊണ്ടാൽ പോലും അവരുടെ ശരീരത്തിൽ ചെറിയ ചതവല്ലാതെ അത് മുറിവായി മാറാതിരിക്കാനായിട്ട് ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് ഇന്ന് ആളുകൾ ധരിക്കുന്നുണ്ട്. സാധാരണക്കാർ വരെ കാശുണ്ടെങ്കിൽ വാങ്ങി ധരിക്കുന്നുണ്ട്. കാരണം മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ശ്രമം. ഇനി അനധിവിദൂര ഭാവിയിൽ അത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം നമുക്കൊക്കെ വാങ്ങി ധരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, മരണത്തെ തടുക്കാൻ ഇതുകൊണ്ടൊന്നും കാരണമാകില്ല.
എന്നാൽ നീതിയാണ് മാർഗവചമായി ധരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ, നീതി പ്രവർത്തിക്കുക, നീതിയുടെ പക്ഷം നിൽക്കുക, നീതിക്ക് വേണ്ടി വാദിക്കുക, നീതി ജീവിതത്തിൽ ചെയ്യുക, അനീതി പ്രവർത്തിക്കാതിരിക്കുക, അനീതിക്ക് പക്ഷം ചേരാതിരിക്കുക, അനീതിയോട് കൂട്ടുചേരാതിരിക്കുക. അപ്പോൾ നീതിയുടെ പക്ഷത്ത് നാം നിൽക്കുന്നുവെങ്കിൽ ശത്രുവ് നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. ഏതമ്പ ചെയ്താലും നീതിയിൽ തട്ടിത്താഴെ വീണു പോകും, മുനയൊടിഞ്ഞു പോകും. അപ്പോൾ നീതിയാണ് മാർഗവചമായി മാറേണ്ടത്. മൂന്നാമത് പറഞ്ഞത് കാലിന് ചെരുപ്പണിയുവാനാണ്. പട്ടാളക്കാരെല്ലാം ബൂട്ടണിഞ്ഞുകൊണ്ടാണല്ലോ യുദ്ധത്തിന് പോകുന്നത്. കല്ലും മുള്ളും ഒരുപക്ഷെ ഇരുമ്പ് കഷണങ്ങളും അപകടം നിറഞ്ഞതായ കാലിൻ്റെ പാദം മുറിച്ച് കീറിക്കളയാൻ ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതായ ചില പ്രത്യേക പ്രതലങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും പട്ടാളക്കാർ. അപ്പോൾ കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അപകടത്തിലാകും, പരാജയപ്പെടാനും സാധ്യതയുണ്ട്. കാല് സൂക്ഷിക്കണം. യുദ്ധമുന്നണിയിൽ പോകുന്ന ഒരാൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിനാണ് അടിയിൽ ഇരുമ്പിലാടനൊക്കെ പതിപ്പിച്ച ബൂട്ടാണ് നമ്മുടെ മിലിറ്ററി ഓഫീസർമാർ ധരിക്കുന്നത്. എടുത്ത പൊങ്ങാത്ത ബൂട്ടാണ്, പക്ഷേ അവർക്കതൊരു പ്രൊട്ടക്ഷനാണ്. നമ്മുടെ കാല് ഒരിക്കലും മുറിയാതിരിക്കാൻ, നാം മുടന്താതിരിക്കാൻ, നമ്മുടെ പ്രയാണം തടയപ്പെടാതിരിക്കാൻ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാണ് നമ്മുടെ ചെരുപ്പാകേണ്ടത്. സുവിശേഷ വേല ചെയ്യാനുള്ള നമ്മുടെ ആ അമിതമായ താല്പര്യം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവിൻ്റെ വേലയെപ്രതി ഓടുമെന്നുള്ളതായ ഒരു ഉറപ്പ്, ഈ സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പിന്നെ ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുവിശേഷം നിരന്തരം പ്രഘോഷിക്കുന്ന ഒരാളോട് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ട് കയറാനാണ്? അപ്പോൾ ആ ഒരു ഒരുക്കം നാം പ്രാപിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുകയാണ്. നാലാമത് ഒരു പരിചയം എടുക്കാനാണ് പറയുന്നത്. എതിരെ വരുന്ന എല്ലാ അമ്പുകളും തടുക്കാനാണ് പരിച കയ്യിൽ പിടിക്കുന്നത്. ഈ പരിച എന്ന് അപ്പോസ്തലൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് വിശ്വാസം എന്ന പരിചയമാണ്. പരിച കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരുവിധം കല്ലേറുകളോ അല്ല അമ്പുകളോ ഒക്കെ തടുക്കാം. പക്ഷേ അത് വിശ്വാസമാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് കോർത്തുമൂർത്ത അമ്പും ഏത് ലക്ഷ്യം നോക്കി വരുന്ന കല്ലും നമുക്ക് തടുക്കാൻ പറ്റും. ഇന്ന് പല ആളുകളും ജീവിതത്തിൽ തളർന്നു പോകുന്നത് പ്രതിസന്ധികളിൽ, മറ്റുള്ളവർ വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, മുന്നോട്ട് പോകാൻ വഴി കാണാതെ വരുമ്പോൾ പലരും അങ്ങ് തളർന്നു പോകുന്നത് ഈ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പരിചയമായി മാറണം. വിശ്വാസം എന്ന പരിചയ കയ്യിലുണ്ടെങ്കിൽ ഏത് പ്രാതികൂല്യ സാഹചര്യങ്ങളെയും എത്ര വലിയ സംഘർഷങ്ങളെയും നമുക്ക് സമചിത്തതയോടെ നേരിട്ട് വിജയികളാകാൻ പറ്റും. അഞ്ചാമത് കയ്യിൽ ജീവിതത്തിൽ ധരിക്കാനായിട്ട് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് ഹെൽമെറ്റാണ്. തലയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വല്ലപ്പോഴും എങ്ങാനും അബദ്ധം പറ്റി ഒരു കല്ലോ ഒരു അമ്പോ നമ്മുടെ തലയിൽ കൊണ്ടാൽ തല ചിതറിപ്പോകില്ലേ പ്രിയപ്പെട്ടവരെ? തലയാണല്ലോ പ്രധാനം. തലയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ ശിരസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഹെൽമെറ്റ് വയ്ക്കാനാണ് പറയുന്നത്. ആ ഹെൽമെറ്റ് രക്ഷ എന്ന പടത്തൊപ്പിയാണ്. എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, അവൻ എന്നെ രക്ഷിച്ചിരിക്കുന്നു, അവൻ്റെ രക്തത്താൽ എന്നെ കഴുകിയിരിക്കുന്നു, അവൻ എൻ്റെ മേലുള്ള മരണം മാറ്റിയിരിക്കുന്നു, അവൻ എൻ്റെ മേൽ നിന്ന് മരണാധികാരത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ രക്ഷ എനിക്ക് തന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ, അവൻ ഒരുക്കുന്ന രക്ഷയെ ഞാൻ എൻ്റെ പടത്തൊപ്പ് ആയി എൻ്റെ ശിരസിലണിഞ്ഞാൽ പിന്നെ ശത്രു എൻ്റെ മേൽ അധികാരം നടത്താൻ സാധ്യതയില്ല. ഒടുവിൽ ആറാമതായി അപ്പോസ്തലൻ പറയുന്ന ആയുധം. ഇത്രയുമൊക്കെ പറഞ്ഞു വച്ചത് നമ്മുടെ സന്നദ്ധതയും നമ്മുടെ പ്രൊട്ടക്ഷനും നമുക്ക് സ്വയം സെൽഫായി നമ്മെ തന്നെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ നമ്മെ തന്നെ സംരക്ഷിക്കാനുമുള്ള സംഗതികളാണ്. ഒടുവിൽ ആക്രമിക്കാനുള്ളൊരായുധം അപ്പോസ്തലൻ നമ്മുടെ കയ്യിൽ തരികയാണ്. അത് കയ്യിൽ പിടിക്കാനാണ് പറയുന്നത്. വലത് കയ്യിൽ ദൈവവചനം എന്ന വാൾ. ഈ വാൾ കൊണ്ടാണ് വെട്ടേണ്ടത്, ഈ വാൾ കൊണ്ടാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, ഈ വാൾ കൊണ്ടാണ് പൊരുതി കയറേണ്ടത്, ഈ വാൾ കൊണ്ടാണ് ജയിക്കേണ്ടത്. മരുഭൂമിയിൽ 40 നാൾ ഉപവസിച്ച് ക്ഷീണിതനായി വന്ന യേശു ക്രിസ്തുവിനോട് സാത്താൻ 3 വിധ പരീക്ഷണങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ ഒടുവിൽ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന തിരുവചനം കൊണ്ട് തന്നെയാണ് അവൻ്റെ തലയറുത്തത്. അവനപ്പോൾ കർത്താവിനെ വിട്ടുപോയി എന്നാണ് നാം വായിക്കുന്നത്. വചനം കൊണ്ട് തന്നെ സാത്താൻ യേശുവിനെ കീഴടക്കാനാണ് ശ്രമിച്ചത്. നീ ചാടുക, നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവൻ്റെ ദൂതന്മാർ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളുന്നു വചനത്തിലുണ്ടല്ലോ. വചനം അവനും പഠിച്ചിട്ടുണ്ട്, അവസരം പോലെ പ്രയോഗിക്കുകയും ചെയ്യും. പക്ഷേ ദൈവവചനം കാര്യകാരണസഹിതം പഠിച്ച് പ്രയോഗിക്കണം. ദൈവമക്കളെ, ഈ വാള് കയ്യിലുണ്ട് എന്ന് ഉറപ്പാകണമെങ്കിൽ വചനം കയ്യിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നിരന്തരമായി അത് വായിക്കണം, നിരന്തരമായി പഠിക്കണം, നിരന്തരമായി മനനം ചെയ്യണം, നിരന്തരമായി അത് മനഃപ്പാഠമാക്കണം, അവസരം പോലെ അത് ഉപയോഗിക്കണം. അങ്ങനെ ശത്രുവിനെ പരാജയപ്പെടുത്തി ജയാളിയായ പടനായകൻ്റെ ജയാളികളായ പടയാളികളായി നമ്മുടെ ജീവിതത്തെ ധന്യതപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ പരാജയപ്പെടാതെ വിജയികളാകാൻ നമ്മെ എല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ഈ കേട്ട ദൂത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ
ഒരുക്കത്തിനും സന്നദ്ധതയ്ക്കുമൊക്കെ കാരണമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ കർത്താവെ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. തൃപ്പാദപീഠത്തിൽ ചേർന്ന് വന്നിരുന്നപ്പോൾ എഴുന്നള്ളി ഞങ്ങളുടെ മധ്യ വന്നിട്ട് ഞങ്ങൾ വ്യക്തമായി അവിടെ നിന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ശക്തിപ്പെടുക, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഒരു യുദ്ധമുണ്ട്, എന്നാൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല. നിങ്ങൾ ആശങ്കപ്പെടുകയും വേണ്ട. ആയുധങ്ങൾ എടുക്കുക, സർവായുധവർഗം ധരിക്കുക. റോമൻ പടയാളിക്ക് യോഗ്യമായ 6 ആയുധ ഘടകങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഓരോന്നും ഞങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് അവിടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. അപ്പോസ്തലനായ പൗലോസിലൂടെ ഞങ്ങളോട് പ്രബോധിപ്പിച്ചതായ ഈ ചിന്ത ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവമേ, പരാജയപ്പെടാതെ വിജയികളായി ശത്രുവിനെ എതിർത്ത് തോൽപ്പിച്ച് തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ വിജയികളായി സമർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Money